എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ പടം തുടങ്ങിയാൽ 3 മണിക്കാണ്. ഞങ്ങൾ 2:10 വീട്ടിൽ നിർത്തി. പക്ഷെ എങ്ങനെയൊക്കെ ഞങ്ങൾ ഫാസ്റ്റായി എത്തി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെ കസിൻസ് കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നു. അപ്പം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ബസ്സൊക്കെ തിയേറ്റർ ഇളകി മറിയേനു. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പോയിട്ട് കർശന ഗുണനിലവാര പരിശോധനകൾക്ക് ശേഷം അപ്പഴാ കണ്ട് ബ്ലോക്കിൻ്റെ മോനെ. അവിടെ നമുക്ക് പോകാൻ പറ്റാത്ത ബ്ലോക്ക് ചെയ്യുന്നു, അത്രക്കും ബ്ലോക്ക്. അങ്ങനെ ഞങ്ങൾ ബ്ലോക്കൊക്കെ തീർന്നവരെ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മക്ക് പോസ് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. എൻ്റെ അമ്മക്കാണ് എത്ര പഠിച്ചിട്ട് ഈ പോസ് കിട്ടണില്ല. ഞാൻ അങ്ങനെ കുറേ പഠിപ്പിച്ച് നോക്കി. അങ്ങനെ ഫൈനലി എൻ്റെ അമ്മ എന്തോ കാണിച്ച് തന്നാണ്. ഇതാണ് എൻ്റെ അമ്മൻ്റെ ഇപ്പോഴത്തെ പോസ്. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ തറവാട്ടിലേക്കാണ്. തറവാട്ടിലെത്തിയ ആനന്ദ കണ്ണീരാണ് എൻ്റെ ഉമ്മയുടെ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചക്കമരത്തെ കണ്ടു. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തറവാട്ടിലോട്ട് കയറാൻ പോയിട്ടോ. അപ്പോഴാണ് ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞത്. തറവാട്ടിൻ്റെ മുൻപിൽ തന്നെ കടയുണ്ട്. അങ്ങനെ ഞാൻ ആ ചക്കമരത്തെ കണ്ടുകൊണ്ടാ തോന്നുന്നു എനിക്കൊരു ചക്ക കിട്ടിയിട്ടോ. ചക്കക്കൊക്കെ എന്താ ടേസ്റ്റ്, നല്ല മധുരമുള്ള ചക്ക. പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും ഫോണിൽ, ഞാനാണെങ്കിൽ പെസ്സും എൻ്റെ ബ്രദറാണെങ്കിൽ പബ്ജി ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പെസ്സാണ് പബ്ജി ആണോ ഇഷ്ടം? പിന്നെ എൻ്റെ പക്രുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. പക്രു ഇല്ലേ ഗൈസ്, 5 മാസം കഴിഞ്ഞേരാണ് ഞങ്ങളെ വീട്ടിൽ വന്നത് കേട്ടോ. അതിനാരോ പിടിച്ചു കൊണ്ടുപോയതാട്ടോ. ആഫ്റ്റർ 5 months he only came back after 3 days. നമുക്ക് മാങ്ങനെ കണ്ടു. ഇതാണ് മാങ്ങ. ഈ മാവ് നിറച്ചും മാങ്ങയാണ് ഗൈസ്. എൻ്റെ വായ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലിപ്പാവും കേട്ടോ. അങ്ങനെ മൈൻഡ് ആക്കരുത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവായിരുന്നു കേട്ടോ. എൻ്റെ കസിനും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഉമ്മ ഓൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഗൈസ് ഞാൻ വീട്ടിലെത്തി. അപ്പോഴാണ് ഉമ്മ സ്റ്റെപ്പ് കയറുന്നൊരു വീഡിയോ ഞാൻ എടുത്തത്. രസമുള്ളൊരു ബൈ ബൈ വെച്ചു. ലാസ്റ്റ് ഈ ബൈ ബൈയിൽ തീർന്നു. ബാക്കി നാളെ.